എല്ലാവർക്കും നമസ്കാരം. റണ്ടേബിൾ ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കോഴിയെ കറക്കി ചുടുന്നതിന് വേണ്ടി ഒരു സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ചെയ്തിരിക്കുന്നത് GI പൈപ്പിലാണ്. ഒരു 4 ഇഞ്ച് വീതിയുള്ള GI പൈപ്പാണ്. എല്ലാം ഇവിടെ കിടന്ന പഴയ പൈപ്പൊക്കെ വെച്ചാണ് ഇത് ചെയ്തെടുത്തത്. ഗ്രിൽഡ് ചിക്കൻ ചെയ്യാനും നമുക്കിതിൽ പറ്റും. ഈ ഗ്രില്ലെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഗ്രില്ലാണ് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കോഴി കറക്കുന്നതിന് വേണ്ടി നമ്മളൊരു സ്റ്റീൽ റാഡാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീലാണത്. ഈ മോട്ടറാണ് നമ്മൾ കോഴിയെ കറക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മോട്ടർ ഒരു പഴയ ഓവനിലിരുന്ന മോട്ടറാണ്. സിമ്പിളായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു GIയുടെ ഒരു പൈപ്പിൽ തന്നെ ഒരു ഹോൾ ചെയ്ത് എടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വയറിങ്ങാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ഒരു ബ്ലോവർ ഫാൻ വെച്ചിട്ടുണ്ട്. ഈ ബ്ലോവർ ഫാൻ വഴി എയർ നമ്മൾ ഇവിടെ ചെറിയ ചെറിയ ഹോൾസുകൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോൾസിൽ കൂടെ ഈ ബ്ലോവർ ഫാനിലുള്ള എയർ നമുക്ക് ഈ ഇവിടെ കനലിടുമ്പോൾ നമുക്കിതിനകത്ത് ഈ കനലിൽ നമുക്ക് ഈ എയറും കൂടെ കിട്ടും. എയർ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ 12 വോൾട്ടിൻ്റെ ഒരു ബ്ലോവർ ഫാനാണ്. അത് നമ്മൾ 12 വോൾട്ടിലാണ് കൊടുക്കുക. ഞാൻ പക്ഷേ ഇതിലൊരു അഡാപ്റ്ററും കൂടെ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് കറണ്ടിൽ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ മോട്ടർ നമ്മളത് കറണ്ടിൽ തന്നെ കൊടുക്കണം. 220 വോൾട്ടാണ് ഈ മോട്ടറിൽ കൊടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് ഇത് കറക്കണതും ഇതിൻ്റെ പ്രവർത്തനം കൂടി നമ്മളിത് കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ എന്ന് എനേബിളും കൂടി ചെയ്യണം. പിന്നെ ഇത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചുട്ടെടുക്കാൻ വേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു കോഴി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മസാലക്കൂട്ടും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ മിക്സ് ചെയ്ത പേസ്റ്റാണ്. ഗരം മസാല, കാശ്മീരി ചില്ലി, സാദാ മുളക് പൊടി, ഇത് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് കുറച്ച് തൈര് മിക്സ് ചെയ്ത് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മളിതിലേക്ക് എടുക്കും. മതി. കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ നന്നായി മസാല മിക്സ് ചെയ്ത് നമ്മളെ കോഴിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് എടുക്കണം. നമ്മൾ കോഴി നന്നായി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. മസാലയെല്ലാം നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റിന് വയ്ക്കും. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച കോഴിയെ നമ്മൾ ഈ കമ്പിയിൽ പൊരുത്തെടുത്ത് ചെറിയ നൂൽക്കമ്പി വെച്ച് കെട്ടി വച്ചിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് ഇതിൽ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ചെറിയൊരു ഹോൾഡർ കണക്കത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മളത് കയറ്റി വയ്ക്കണം. ചൂടാണ്, ഇവിടെ നല്ല ചൂടുണ്ട്. നന്നായിട്ട് ഇതിൽ കയറ്റി വയ്ക്കണം. മോട്ടറിൻ്റെ കണക്ഷൻ നമ്മളിതിലോട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സാവധാനം ഇത് കറങ്ങി വരും.
നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. സൂപ്പർ. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. വീഡിയോ കിടന്ന്